ആദ്യം കണ്ണിന് ചുറ്റും വീക്കം, കണ്ണാടിയിൽ നോക്കാൻ പോലും പേടി. രോഗാവസ്ഥയെക്കുറിച്ച് വീണ. സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് വീണ മുകുന്ദൻ. അടുത്തിടെ ആപ് കൈസേ ഹോ എന്ന ചിത്രത്തിലൂടെയും വീണ അഭിനയത്തിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു. ഇപ്പോഴിതാ തന്നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് വീണ. തന്നെ 3 ആഴ്ചയിലേറെ കഷ്ടപ്പെടുത്തിയ രോഗാവസ്ഥയായിരുന്നു ഐലിഡ് എഡിമ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് വീണ ഇപ്പോൾ മനസ്സ് തുറക്കുന്നത്. റൈറ്റ് ഐലിഡ് എഡിമ എന്ന രോഗാവസ്ഥയാണ് തനിക്കെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ കണ്ണിന് ചുറ്റും വീക്കം കണ്ടു. ആദ്യം കാര്യമാക്കിയില്ല. ഒരു ഡോക്ടറെ കണ്ടു. പേടിക്കേണ്ടതില്ല, നാളേക്കെല്ലാം ഓക്കെ ആവും എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് തന്നു. എന്നാൽ പിറ്റേ ദിവസത്തേക്ക് സംഭവം ആകെ വഷളാവുകയായിരുന്നു. അതോടെയാണ് ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി വിദഗ്ധോപദേശം തേടിയത്. റൈറ്റ് ഐലിഡ് എഡിമ എന്ന രോഗാവസ്ഥയാണെന്ന് ഡോക്ടർ പറഞ്ഞു. കണ്ണുനീർ ഗ്രന്ഥിയിൽ നീർവീക്കം ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നൊരു രോഗാവസ്ഥയാണ് ഇത്. ചുരുങ്ങിയത് 10-20 ദിവസം കഴിയാതെ ഇത് മാറില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അതോടെ എനിക്ക് ടെൻഷനായി. കാരണം ആ സമയത്ത് ഒരുപാട് ഇന്റർവ്യൂകളും പരിപാടികളുമെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് കണ്ണാടി നോക്കാൻ പോലും പേടിയായിരുന്നു. എത്ര കാലം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്ന ടെൻഷൻ അത് വേറെ. ഓരോന്നോർത്ത് കരയും തോറും കണ്ണിന്റെ വീക്കം കൂടും. എന്റെ ആത്മവിശ്വാസമെല്ലാം 0-യിൽ നിന്നും താഴോട്ട് പോയിരിക്കുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ മറ്റേ കണ്ണിലോട്ടും പടർന്നിരിക്കുന്നു. അതോടെ ടെൻഷൻ കൂടി. പിന്നീട് വീക്കം കുറഞ്ഞു വന്നതോടെയാണ് പുറത്തിറങ്ങി തുടങ്ങിയത് എന്ന് വീണ പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.